Prayer. In the name of Allah, the most gracious, the most merciful. O Allah, thank you for today's learning. Bless our teachers, friends, and this class. Grant us beneficial knowledge and guide us on the right path. Amen. Good morning, everyone. Welcome to the class. I am glad to have you all here. Let us learn, share ideas, and support each other. I hope we have great and successful time together. Thank you. Good morning, ma'am. Good morning, all. Today thought you have to dream before your dreams can come true. Thank you. Okay, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ്. മാം ഇന്ന് മാം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് മാം പറഞ്ഞു വർക്ക് ചെയ്തില്ല കേട്ടോ. മാം തിങ്കളാഴ്ചത്തേക്ക് ചെയ്യാം. തിങ്കളാഴ്ചത്തേക്ക് ചെയ്താൽ മതി. എന്റെ ക്ലാസ്സുകൾ ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോ 2 ക്ലാസ്സുകളൊക്കെ പോയല്ലോ, അതുകൊണ്ടാണ് കയറിയത്. പോർഷൻ പെൻഡിങ്. മാമിന് എന്ത് പറ്റി? എനിക്ക് കഫക്കെട്ടൊക്കെ ആയിരുന്നു, ഹോസ്പിറ്റലൈസർ ആയിരുന്നു ഒരു 7 ദിവസം. മാറിയോ? അപ്പൊ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഫീസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആക്കി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തായിരുന്നോ? കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ടില്ല. ഏത് ചാപ്റ്റർ തുടങ്ങി അപർണ മാം എടുത്തു തുടങ്ങിയിട്ടുള്ളത്? പാർട്ട് 4 ഇപ്പൊ ഈ സ്കൂൾ മാനേജ്മെന്റ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇപ്പൊ ഈ ഇതും കഴിഞ്ഞ പാട്. വേറെ ഒന്നും എടുത്തിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യട്ടോ. ഫസ്റ്റ് പേജ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേജ് കേട്ടോ. ഫസ്റ്റ് 162 ആൻഡ് 163 ഒന്ന് റീഡ് ചെയ്യൂ. റീഡ് ചെയ്തതിന് ശേഷം തമ്മിൽ ചെയ്യാം.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യണം. അസീന വായിച്ചു കഴിഞ്ഞു? വായിച്ചു കഴിഞ്ഞു മാം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഫസ്റ്റ് പാരഗ്രാഫ്? Okay ma'am. Unit 3, Institutional Planning. Meaning and institutional planning. Institutional planning is a systematic way to the plan and program for the development of an institution. It is based on the principles of maximum application of the resources of the school and the community in which it exists. സ്ഥാപന ആസൂത്രണം എന്നത് ഒരു സ്ഥാപനത്തിന്റെ വികസനത്തിനായി ആയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ക്രമമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്കൂളുകളും അത് നിലനിൽക്കുന്ന സമൂഹവും ലഭ്യമാക്കുന്ന വിഭവങ്ങൾ പരമാവധി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഇത് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ഇംപ്രൂവ്മെന്റ്സ് ഇൻ ദ outcome of students' teaching, learning methods, co-curricular activities and professional development of teachers are the main objectives of institutional planning. A school system is serene with many activities which are diverse and often changing. Planning is the responsibility of the school head. Planning emphasizes reasoning in advance about the development of the school. Planning means getting things done. A successful planning specifies what work is to be done, why, when, how, and where if will be done, and who will be liable. അതായത് വിദ്യാർത്ഥികളുടെ പഠനഫലങ്ങൾ മെച്ചപ്പെടുത്തലും അധ്യാപനത്തിന്റെ പഠന രീതികളുടെ പുരോഗതി, സഹപാഠ്യ പ്രവർത്തനങ്ങളുടെ വികസനം, അധ്യാപകരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള വളർച്ച എന്നിവയാണ് ഈ സ്ഥാപന ആസൂത്രണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്കൂൾ സംവിധാനം പലവിധ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. അതിനാൽ ആസൂത്രണം ചെയ്യുന്നത് സ്കൂൾ ഹെഡിന്റെ പ്രധാന ഉത്തരവാദിത്തം ആണ്. ആസൂത്രണം എന്നത് സ്കൂളിന്റെ വികസനത്തെ കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കുന്നതിന് സൂചിപ്പിക്കുന്നു. ആസൂത്രണം എന്നത് കാര്യങ്ങൾ നടപ്പാക്കലാണ്. വിജയകരമായ ആസൂത്രണം താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്ത് പ്രവർത്തനമാണ് ചെയ്യേണ്ടതെന്ന്, എന്തിനാണത് ചെയ്യുന്നത്, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ആരാണ് ഉത്തരവാദി എന്നെല്ലാം ഇത് ആണ് അതിന്റെ ഘടകങ്ങൾ. ഓക്കെ മാം. ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് നമ്മളൊക്കെ ലൈഫിൽ പ്ലാൻ ചെയ്യാറില്ല ഓരോ കാര്യങ്ങള്. പ്ലാനിങ് എന്താ? ആസൂത്രണം. ആസൂത്രണം അല്ലെ? അതായത് ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു ഷോപ്പിങ്ങിന് നമ്മൾ പോവാണെന്ന് വിചാരിക്കുക. നമ്മള് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യും എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടത്, എത്ര ബഡ്ജറ്റിലാണ് നമ്മൾ അത് ഒതുക്കേണ്ടത് അല്ലെ, എപ്പോ തിരിച്ചു വരാം, എപ്പോ പോകാം അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു പ്ലാനിങ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഏതൊരു സ്കൂളായാലും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമായാലും ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ സ്കൂളിന് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും. ഓക്കെ, അവിടുത്തെ ഡെയിലി, അതായത് അവിടുത്തെ ഓരോ ദിവസമുള്ള കാര്യങ്ങള് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോവുക. ഈ മുന്നോട്ട് പോകുന്നത് എന്തിനാണ്? അതായത് പ്ലാനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, പ്ലാനിങ് നടത്തുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു ദ പ്ലാൻ ആൻഡ് പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് വേയില് പ്ലാൻസും പ്രോഗ്രാംസും തയ്യാറാക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു കാര്യവും പ്ലാൻ ചെയ്ത്
നടപ്പിലാക്കുവാണെങ്കിൽ അത് കൃത്യമായിട്ടും വ്യക്തതയോടും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേക്കാൾ മുമ്പായിട്ട് എന്ത് ചെയ്യും, അത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാനിങ് ഇല്ലെങ്കിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അലക്കോലപ്പെടുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുവാണ്, ഇപ്പൊ മോണ്ടിസോറി കോഴ്സ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, പരീക്ഷയുടെ അന്ന് എല്ലാവരും കൂടി വേളപ്പെട്ട് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. ജസ്റ്റ് ഒന്ന് റിവൈസ് മാത്രം ചെയ്താൽ മതി. പക്ഷെ പഠിക്കാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, പ്ലാനിങ് ഇല്ലാതെ പഠിക്കാതെ വെച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ എക്സാമിന്റെ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ പ്ലാൻ ചെയ്യുന്നതും പ്ലാൻ ചെയ്യാത്തതും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുടെ എന്താ പറയാ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാനുകളും പ്രോഗ്രാമുകളും തയ്യാറാക്കുന്നതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മാക്സിമം റിസോഴ്സസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ പ്ലാനിങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുള്ള മാക്സിമം റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് ഒരു സ്കൂളിലെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികൾ വരും, അതുപോലെ ടീച്ചേഴ്സ് വരും, അതുപോലെ തന്നെ ആ സ്കൂളിലുള്ള മറ്റ് എക്യുപ്മെന്റുകൾ, എല്ലാ ഉപകരണങ്ങളും എന്തിൽ വരുന്നതാണ്, ഈ ഒരു റിസോഴ്സസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോ ഒരു സ്കൂളിലുള്ള ഏതൊരു സ്ഥാപനമായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളായിക്കോട്ടെ അവിടെയുള്ള മാക്സിമം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാനിങ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് ദ സ്റ്റുഡൻസ്, അതായത് മാക്സിമം ഔട്ട്കം കിട്ടുക, അതായത് കുട്ടികളിൽ നിന്ന് മാക്സിമം റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവാണ്. അതായത് ഇതിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ വരുന്നത് സ്കൂളിലേക്ക്. ഇതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. കുട്ടികൾ എന്തിനാണ് സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ. നല്ല മാർക്ക് അല്ലെ, നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോ കുട്ടികളിൽ നിന്ന് മാക്സിമം റിസൾട്ട് കിട്ടുക എന്നുള്ളത് പ്ലാനിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്, അതായത് പലതരത്തിലുള്ള നല്ല രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ആധുനികമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, പിന്നെ എന്താ പറയാ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക, ഇതൊക്കെ എന്തിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്, ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഓക്കെ, ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, ചോദിക്കാൻ പരീക്ഷയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഓരോ സ്കൂളിലും പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, എല്ലാ സ്കൂളിലും ഒരേപോലെ ആയിരിക്കില്ല കൊടുക്കുന്നത്, കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ പറയാ, ഈ അതായത് ഓരോ സ്കൂളിലും ഇപ്പോ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഈ പലതരത്തിലുള്ള സ്കൂളുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ചില സ്കൂളുകളിൽ സ്ട്രെങ്ത് കുറവായിരിക്കും, ചില സ്കൂളുകളിൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും കുട്ടികളുടെ, ചില സ്കൂളുകളിൽ ടീച്ചേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും, ചില സ്കൂളുകളിലും എണ്ണം കൂടുതലായിരിക്കും. പിന്നെ റിസോഴ്സസ്, അതായത് അവിടെയുള്ള ബെഞ്ച്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, അങ്ങനെയുള്ള എല്ലാത്തരം ബുക്സുകള്, ഇതൊക്കെ എന്താണ് ഓരോ സ്കൂളിനനുസരിച്ച് വ്യത്യാസപ്പെടാം. അപ്പോ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്ലാനിങ് നടപ്പിലാക്കേണ്ടത്. ഒരു സ്കൂളിന്റെ സ്ട്രെങ്ത് എന്താണ്, അതിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്ലാനിങ് നടപ്പിലാക്കാൻ. ഓക്കെ, പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാം. ആരുടെ റെസ്പോൺസിബിലിറ്റിയാ പ്ലാനിങ് സ്കൂളില്? സ്കൂൾ ഹെഡ്. റെസ്പോൺസിബിലിറ്റിയാ സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. സ്കൂൾ ഹെഡ് അഥവാ പ്രിൻസിപ്പളിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, പ്ലാനിങ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെവലപ്മെന്റ്, അതായത് സ്കൂളിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്ലാനിങ് എന്ന് പറഞ്ഞാല് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു,
ഒരു സക്സസ്ഫുൾ പ്ലാനിങ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, എവിടെ ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളിൽ എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ഓരോ സമയത്ത് ചെയ്തു തീർത്താലാണ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം, അല്ലെ? ഓരോ കാര്യങ്ങൾക്കും ഓരോ സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളില് ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോ വൈ, വെൻ, ഹൗ ആൻഡ് വെയർ, അതൊക്കെ എന്താണ്, വാട്ട്, ഇതൊക്കെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ് ആണ്. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്? ആരാ റീഡ് ചെയ്യാം? ഞാൻ റീഡ് ചെയ്യാം. Factors of influencing planning. One, work factor is it is simple or complex, time operation or repetitive, staff factor, skill of talent of the staff required, cost factor, usefulness to the student, teachers or community, time factor, urgency of the plan, equipment factor, materials, machine and space. അത് പദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, പ്രവർത്തന ഘടകം. അത് നിർവഹിക്കാൻ ജോലി ലളിതമാണോ സങ്കീർണമാണോ എന്നത് അതിനെ സ്വാധീനിക്കുന്നു. അതുപോലെ അത് ഒരിക്കൽ മാത്രം ചെയ്യുന്ന ജോലിയാണോ അല്ലെങ്കിൽ ആവർത്തി ചെയ്യേണ്ട ജോലിയാണോ എന്നതും. പിന്നെ ജീവനക്കാരുടെ ഘടകം, സ്കിൽ ഓഫ് ടാലന്റ് ഓഫ് ദി സ്റ്റാഫ് റിക്വയർഡ്, ജോലി നിർവഹിക്കാൻ ആവശ്യമായ ജീവനക്കാരുടെ കഴിവ്, നൈപുണ്യം എന്നിവ ഇതില് പരിശീലനം ലഭിച്ച ജീവനക്കാരാണോ അല്ലയോ എന്നതും ഇവിടെ പരിഗണിക്കണം. പിന്നെ അടുത്തത് കോസ്റ്റ് ഫാക്ടർ, ചെലവ് ഘടകം. അതായത് യൂസ്ഫുൾ ഓഫ് ദി സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ സമൂഹത്തിന് പ്രയോജനം ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നാലാമത്തത് സമയഘടകം, പദ്ധതിയുടെ അടിയന്തരത കണക്കാക്കുക. പിന്നെ ഉപകരണ ഘടകം, എക്യുപ്മെന്റ് ഓഫ് ഫാക്ടർ, ഉപകരണ ഘടകം, ആവശ്യമായ സാമഗ്രികൾ, യന്ത്രങ്ങൾ, സ്ഥല സൗകര്യങ്ങൾ എന്നിവ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. വർക്ക് ഫാക്ടറിൽ വരുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ഓർ കോംപ്ലക്സ്, അതായത് കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആണോ അല്ലെങ്കിൽ ലളിതമാണോ അല്ലെങ്കിൽ കുറച്ച് സങ്കീർണമാണോ, അങ്ങനെയുള്ള ജോലികൾ ഏത് തരമാണെന്ന് നോക്കാറുണ്ട്. പിന്നെ ടൈം ഓപ്പറേഷൻ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തത് സ്റ്റാഫ് ഫാക്ടർ ആണ്, സ്കിൽസ് ഓഫ് ടാലന്റ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എത്രമാത്രമാണ് സ്കില്ലുകൾ ഉള്ളത് അല്ലെങ്കിൽ ടാലന്റ് എത്രമാത്രം ആവശ്യമാണ് എന്നുള്ളതാണ് സ്റ്റാഫ് ഫാക്ടറിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തത് കോസ്റ്റ് ഫാക്ടർ ആണ്, യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ്, അതായത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്രദമാണോ എന്ന കാര്യങ്ങൾ നോക്കാറുണ്ട്. പിന്നെ ടൈം ഫാക്ടർ എന്ന് പറയുന്നത് അർജൻസി ഓഫ് ദ പ്ലാൻ ആണ്, അതായത് ഒരു സ്കൂളിലേക്ക് ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാഡമിക് ഇയറിലേക്ക് ആയിരിക്കും, 2 വർഷത്തേക്കുള്ള പ്ലാൻ ആയിരിക്കും തയ്യാറാക്കുന്നത്. അപ്പൊ ആ പ്ലാനിന്റെ അർജൻസി എത്രത്തോളമാണ് അത് ആവശ്യമായിട്ട് വരുന്നത്, ആ ഒരു കാര്യമാണ് ടൈം ഫാക്ടറിൽ വരുന്നത്. എത്ര സമയം കൊണ്ടാണ് പ്ലാൻ ചെയ്ത് തീർക്കേണ്ടതുള്ളതാണ് അതിനകത്ത് വരുന്നത്. അഞ്ചാമത്തതാണ് എക്യുപ്മെന്റ് ഫാക്ടർ, അതായത് മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്, അതായത് ആ സ്കൂള് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, മെഷീനുകള്, പിന്നെ സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് എക്യുപ്മെന്റ് ഫാക്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ് എന്ന് ചോദിച്ചാൽ അത് വർക്ക് ഫാക്ടർ വരും, അതുപോലെ സ്റ്റാഫ് ഫാക്ടർ ഉണ്ടാവാറുണ്ട്, കോസ്റ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ,
എക്യുപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യൂ. ആരാ റീഡ് ചെയ്യുന്നേ? Okay. Financial assistance. Reliant upon the strength of the school, the teacher is entrusted with the work of fee collection. Even then, expect the principal or the head of the institution, other teachers will not be given the work of salary, disbursement, or making financial decisions. Financial management emphasizes the aspects of school finance, budgeting, and accounting procedures. The control and management of school finance is the major responsibility of the school head. School finance is assigned to the money needed to pay staff, maintain the institution, and keep services going. Budget refers to financial plan for a year. It includes the expected revenue and expenditure for each year. Accounting refers to the record keeping information about income and expenditure, showing the net loss or surplus. Explain ചെയ്യാമോ? Reliant upon the strength of the school, the teacher is entrusted with the work of fee collection. അതായത് സ്കൂളിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ടീച്ചർ ഫീ കളക്ഷൻസ് ചെയ്യുന്നത് ടീച്ചറാണ്. Even they expect the principals or the head of the institution, other teachers will not be given the work of salary. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ടില്ല. ഓക്കെ, മനസ്സിലായിട്ടുള്ള ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്കൂളിന്റെ ശക്തി സാമ്പത്തിക സഹായത്തിൽ സ്കൂളിന്റെ ശക്തിയും വിശ്വസ്തയും അടിസ്ഥാനമാക്കി ഫീസ് ശേഖരണ ചുമതലപ്പെടുത്തിയത് അധ്യാപകർക്കാണ്. എന്നാൽ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ സ്ഥാപന മേധാവികളോ മറ്റ് അധ്യാപകർക്ക് ശമ്പളം വിതരണം ചെയ്യാനുള്ള സാമ്പത്തിക തീരുമാനം എടുക്കുന്നതോ ചുമതലയായി നൽകാറില്ല. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് emphasize the aspect of the school finance, budgeting and accounting procedures. സ്കൂൾ സാമ്പത്തിക തയ്യാറാക്കല്, അക്കൗണ്ടിങ് നടപടികൾ എന്നിവ സാമ്പത്തിക നടത്തിപ്പിന്റെ പ്രധാന ഘടകങ്ങളാണ്. പിന്നെ സ്കൂൾ സാമ്പത്തികത്തിന്റെ നിയന്ത്രണവും നടത്തിപ്പും സ്കൂൾ മേധാവിയുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. School financial is assistant to the money needed to pay staff, maintaining the institution and keep services going. Budget refers to financial plan for a year. It includes the expected revenue and expenditure for each year. According refer to the record keeping information about income and expenditure, showing the net loss of surplus. സ്കൂൾ സാമ്പത്തികം എന്നത് ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിനും സ്ഥാപനത്തിന്റെ പരിപാലനത്തിനും സേവനങ്ങൾ തുടർന്ന് നടത്തുന്നതിന് ആവശ്യമായ പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബജറ്റ് ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക പദ്ധതി പ്രതീക്ഷിക്കുന്ന വരുമാന ചെലവുകളും ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ അക്കൗണ്ടിങ്ങിൽ വരുമാനം ചെലവുകളും സംബന്ധിക്കുന്ന ശേഖരങ്ങൾ സൂക്ഷിക്കുന്ന പ്രക്രിയ ഇതിലൂടെ ലാഭമോ നഷ്ടമോ വ്യക്തമാക്കും. അതായത് സ്കൂളിന്റെ അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്? ഫീ കളക്ഷനുള്ള അനുവാദം ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്. ഫീ കളക്ട് ചെയ്യാനുള്ളത് ഓരോ ടീച്ചേഴ്സിന് വേണ്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത്. പക്ഷെ സ്കൂളിന്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒഴിച്ച്
ബാക്കി ആർക്കും തന്നെ ശമ്പള വിതരണത്തിനോ പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറോ കൊടുക്കുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. സാലറി ഡിസ്റോൾമെന്റ് എന്ന് പറഞ്ഞാല് ശമ്പള വിതരണമാണ്. ഓക്കെ, അപ്പൊ സ്കൂൾ ഹെഡിനൊഴിച്ച് ബാക്കിയുള്ള ടീച്ചേഴ്സിന് ആർക്കും തന്നെ ഇതില്ല ശമ്പള വിതരണം ചെയ്യാനുള്ള, സാലറി ഡിസ്ബഴ്സ്മെന്റിനുള്ള ഒരു പവർ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറും ആർക്കും കൊടുക്കുന്നില്ല, മറ്റുള്ള ടീച്ചേഴ്സിന് ഇല്ല. അവർക്ക് കേവലം കൊടുക്കുന്ന ജോലി എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യുക മാത്രമാണ്. പറഞ്ഞത് മനസ്സിലായോ വ്യത്യാസം? ആർക്കാണ് കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഒരു സ്കൂളില്? സ്കൂൾ ഹെഡിനാണ്. സ്കൂൾ ഹെഡാണ് മറ്റു ടീച്ചേഴ്സിന് സാലറി പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുകയും പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും സ്കൂൾ ഹെഡാണ്. മറ്റു ടീച്ചേഴ്സിന് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ടീച്ചേഴ്സിന് ശമ്പളം വിതരണം ചെയ്യാനോ ഉള്ള ഒരു അധികാരം കൊടുക്കുന്നില്ല. അത് സ്കൂൾ ഹെഡിന് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ ക്ലിയർ ആണോ? മനസ്സിലായോ പാരഗ്രാഫ് എന്താണ് പറയുന്നത്? യെസ് മാം. Okay. Then അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് emphasize the aspect of school finance, budgeting and accounting procedure. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത് സ്കൂൾ ഫിനാൻസിനെ കുറിച്ചും ബഡ്ജറ്റിങ്ങിനെ കുറിച്ചും അക്കൗണ്ടിങ് പ്രൊസീജിയറിനെ കുറിച്ചുമാണ്. അതായത് ഒരു സ്കൂളില് ഏതൊരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഏതൊരു സ്കൂളാണെങ്കിലും സ്ഥാപനമാണെങ്കിലും നമുക്കറിയാം അവിടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? പണം ഉപയോഗിക്കുന്നില്ല അവിടെ, മണി. സ്കൂളാണെങ്കിൽ ചെയ്യുന്നുണ്ട്, ധാരാളം പണം കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് സ്കൂൾ ഫിനാൻസ്, സ്കൂളിന് വേണ്ടിയിട്ടുള്ള പണം, അതായത് എങ്ങനെയാണ് പണം അവിടെ ചെലവാക്കുന്നത്, അതിന്റെ ബഡ്ജറ്റിംഗ്, അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പിന്നെ അക്കൗണ്ടിങ് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സ്കൂൾ ഫിനാൻസിന്റെ കൺട്രോളും അതിന്റെ മാനേജ്മെന്റും വരുന്നത് സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം കൈകാര്യം ചെയ്യുക, അതിന്റെ പ്രധാനപ്പെട്ട വിനിമയ കാര്യങ്ങള്, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? സ്കൂൾ ഹെഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ആവശ്യം? അതായത് മെയിൻ ആയിട്ടും സ്കൂളിലെ ഫിനാൻസ് എന്ന് പറയുന്നത് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുക, അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ്റനൻസിനും വേണ്ടിയിട്ട്, അതായത് അതിന്റെ നടത്തിപ്പിനും ഡേ ടു ഡേ ലൈഫില് ആ സ്കൂളിന് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിന്റെ നടത്തിപ്പിനും വേണ്ടിയിട്ട് എന്ത് ആവശ്യമാണ്? മണി ആവശ്യമാണ് അല്ലെ? അപ്പൊ അതിനും സ്കൂൾ ഫിനാൻസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ എ ഇയർ. ഒരു വർഷത്തേക്കുള്ള സാമ്പത്തികപരമായിട്ടുള്ള ആസൂത്രണത്തെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു സ്കൂളില് ഒരു വർഷം എന്തിനൊക്കെയാണ് പണം ചെലവഴിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പണം ഉപയോഗിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കാറുണ്ടോ? ഇല്ലേ? നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലെ? പച്ചക്കറി, അതുപോലെ പലവ്യഞ്ജനങ്ങള് അല്ലെ, അരി, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും അല്ലെ? അപ്പൊ അത് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം ഇത് എത്ര കിലോ വെച്ചിട്ടാണ് വേണ്ടത്, എത്ര ആളത്തേക്കാണ് ഇത് വേണ്ടതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകും അല്ലെ? അപ്പൊ അതാണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു ഈ ബജറ്റ് സ്കൂളിൽ അവതരിപ്പിക്കുന്നത്, ആ ഒരു വർഷത്തെ നടന്ന ആ ബജറ്റ് പറയണത് അതാണോ? അതെ അതെ, അത് അതിനകത്ത് രക്ഷിതാക്കളെയും പാരന്റ്സിനെയും അതുപോലെ മറ്റു അംഗങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അവർ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്റെ മോളുടെ സ്കൂളിൽ ഇങ്ങനെ അവര് അവതരിപ്പിക്കും, മീറ്റിംഗ് വിളിച്ചിട്ട് അവതരിപ്പിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഒരു വർഷത്തേക്ക്, അതായത് മറ്റുള്ളവരും കൂടി, അതായത് സ്കൂളിന്റെ ഹെഡിനാണ് മെയിൻ ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിൽ മാനേജ്മെന്റിന്റെ പെർമിഷനോട് കൂടിയിട്ടാണ് അവരത് തയ്യാറാക്കുന്നത്.
അപ്പൊ ഇത് മറ്റുള്ളവർക്ക് മുമ്പിൽ വായിക്കണമല്ലോ, അതായത് അവരറിയണം, അതായത് മറ്റുള്ള ആളുകൾ, അത് പാരന്റ്സ് ആയാലും കുട്ടികളായാലും മറ്റുള്ള സ്റ്റാഫുകളായാലും ടീച്ചിങ് സ്റ്റാഫുകളായാലും ഒക്കെ അറിയണം. അതായത് ഇത്രയും പണം, ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ സ്കൂളിനായിട്ട് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപ എന്തിനൊക്കെയാണ് ചെലവാക്കിയതെന്ന് ബാക്കി ആർക്കും അറിയുന്നുണ്ടാവില്ല. അത് മെയിൻ ആയിട്ട് അറിയുന്നത് സ്കൂൾ ഹെഡിനായിരിക്കുള്ളൂ, പിന്നെ മാനേജ്മെന്റിനും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 10 ലക്ഷം രൂപ എന്തിനൊക്കെയാണ്? ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾക്ക് വേണ്ടി കുറച്ച് തുക മാറ്റി വെച്ചിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തുക മാറ്റി വെച്ചിട്ടുണ്ടാകാം, കുട്ടികളുടെ ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് തുക മാറ്റി വെച്ചിട്ടുണ്ടാകാം, അതുപോലെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് തുക മാറ്റി വെച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇനി ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്ര രൂപ ടോട്ടലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? മാറ്റി വെച്ചിട്ടുണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, അല്ലേ? കണ്ടിട്ടില്ലേ? ലോക്സഭയിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? പെട്ടിയുമായിട്ടാണല്ലോ വന്നത്. ഇപ്പൊ മുമ്പ് ബുക്കായിരുന്നു, റെക്കോർഡായിരുന്നു, പേപ്പറായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അല്ലെ? അപ്പൊ ഇപ്പൊ ഡിജിറ്റൽ രൂപത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് അവര് പറയും, ഇപ്പൊ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര തുക മാറ്റിവെച്ചു, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര തുക മാറ്റിവെച്ചു, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര തുക മാറ്റിവെച്ചു, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്ര കോടി മാറ്റിവെച്ചു എന്നൊക്കെ അവര് പറയാറുണ്ട്. നമ്മൾ പത്രത്തിലും അതുപോലെ തന്നെ ന്യൂസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു വർഷത്തേക്കാണ്, അത് നമ്മുടെ ഗവൺമെന്റ് ആയാലും സ്കൂളുകളാണെങ്കിലും ഒക്കെയും ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ആണ് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. ഒരു വർഷത്തേക്കുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എക്സ്പെക്റ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഇയർ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം അല്ലെങ്കിൽ നമ്മൾക്ക് ചെലവാകുന്ന തുക, ഒരു വർഷത്തില് നമ്മൾക്ക് എത്രയാണോ വരുമാനം കിട്ടുന്നത്, നമ്മൾക്ക് എത്ര തുകയാണോ ചെലവാകുന്നത്, ഇത് ആ ബഡ്ജറ്റിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ കൃത്യമായിട്ട് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾക്ക് എത്രയാണ് വരുമാനം ഒരു വർഷം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മാസം എത്രയാണ് വരുമാനം കിട്ടുന്നത്, ഒരു മാസം നമ്മുടെ കയ്യിൽ ചെലവാകുന്ന തുക എത്രയാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് നമ്മുടെ പൈസ കൂടുതൽ പോകുന്നത്, എവിടെയാണ് നമുക്ക് അധിക വരുമാനം കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ബഡ്ജറ്റിലുള്ളത് എന്താണ്? എത്രയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്, സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിന്റെ വരുമാനം എന്താണ്, സ്കൂളിന്റെ ചിലവുകൾ എന്താണ്, ഇതൊക്കെ ഇതിലുണ്ടാകും, ആ സ്കൂൾ ബഡ്ജറ്റില് പ്രതിപാദിച്ചിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നതാണ്, അതുപോലെ അതിനകത്ത് എക്സ്പെൻഡിച്ചറും ഇൻകവും ഒക്കെ ബഡ്ജറ്റിംഗിലാണ് വരുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ വിവരങ്ങളെ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുന്നതാണ്. അതായത് എത്ര ചെലവാണ്, എത്രയാണ് വരുമാനം, എത്ര തുക, 1 രൂപയുടെ കണക്കായാൽ പോലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം? ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകണം. ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അക്കൗണ്ടിങ് ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ഇൻകം ആണോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണോ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് മിച്ചമൂല്യം, നെറ്റ് ലോസ് ഓർ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിച്ചമൂല്യം, അതായത് ലാഭമോ നഷ്ടമോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു സ്കൂള് പ്രവർത്തിക്കുന്നത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് അറിയാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അക്കൗണ്ടന്റുകളൊക്കെ വരാറില്ലേ സ്ഥാപനങ്ങളില് ചെയ്യാനായിട്ട്? അക്കൗണ്ട് പരിശോധിക്കാനായിട്ട് വരാറില്ലേ? നമ്മുടെ കുടുംബശ്രീയിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു അക്കൗണ്ടന്റ് വന്നിട്ട് ഇത് പരിശോധിക്കും, ബുക്കുകളൊക്കെ പരിശോധിക്കും. അന്നത്തെ ബുക്കുകളൊക്കെ പരിശോധിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് ലാഭവിഹിതം പങ്കിടുന്നത് കുടുംബശ്രീയിലൊക്കെ. കേട്ടിട്ടുണ്ടോ? യെസ് മാം, ഉണ്ടല്ലേ. ലാഭവിഹിതം പങ്കിടുന്നത് ഇതിന് ശേഷമാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാൻ പറ്റും നമ്മള് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ. ലാഭം ഉണ്ടെങ്കിലാണ് നമുക്ക് ലാഭവിഹിതം പങ്കിടാനായിട്ട് സാധിക്കും. അപ്പോ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് വേറെയാണ്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വേറെയാണ്. രണ്ടും ഒരുമിച്ച് ചെയ്താൽ മാത്രമാണ് വ്യക്തമായിട്ടൊരു പ്ലാനിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായില്ലേ? വ്യത്യാസങ്ങൾ മനസ്സിലായില്ലേ? യെസ് മാം.
ഇനി നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ് കേട്ടോ. ഒരാള് റീഡ് ചെയ്യൂ. Financial responsibilities of the school head. The following are the major financial responsibilities of the school head. സ്കൂൾ ഹെഡിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ. ഒരു സ്കൂൾ ഹെഡിന്റെ പ്രധാന സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ താഴെ തന്നിരിക്കുന്നതാണ്. ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. അതായത് സ്കൂളിന്റെ സാമ്പത്തിക നയ അല്ലെങ്കിൽ ബജറ്റ് തയ്യാറാക്കല്. ടു സൂപ്പർവൈസ് വെദർ ദ allocations in the school budget are spent in accord with the financial regulations and logistics. ബജറ്റിൽ അനുവദിച്ച തുക നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അത് ചെലവാക്കുന്നുണ്ട് എന്ന് ഉള്ള മേൽനോട്ടം വഹിക്കല്. ടു കളക്ട് ഏർണിംഗ് സച്ച് ആസ് ട്യൂഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീസ്, യൂണിഫോം ഫീസ് ആൻഡ് സോ ഓൺ. എല്ലാ അതായത് ട്യൂഷൻ ഫീസ്, കോഷൻ ഡിപ്പോസിറ്റ്, പരീക്ഷാ ഫീസ്, യൂണിഫോം ഫീസ് തുടങ്ങിയ വരുമാനങ്ങൾ ശേഖരിക്കല്. ടു സീ വെദർ റെക്കോർഡ്സ് ആർ കെയർഫുള്ളി കെപ്റ്റ് ഫോർ ഓൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ്. എല്ലാ ചെലവുകളും രേഖകളും കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കല്. ടു സീ വെദർ പേയ്മെന്റ്സ് ടു മെയ്ഡ് ടു ടീച്ചേഴ്സ്, സ്റ്റാഫ് ആൻഡ് അതേഴ്സ്. അധ്യാപകർക്കും ജീവനക്കാർക്കും പണം അടച്ച് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തല്. ടു സീ വെദർ സ്കൂളിൽ നല്ല അക്കൗണ്ടിങ് സംവിധാനം ശരിയായി നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കല്. സോ ദ ടീച്ചർ gets the work of fees collection only. The fees are collected in the following heads. അതിന് അധ്യാപകർക്ക് ഫീസ് ശേഖരണ ചുമതല മാത്രം നൽകപ്പെടുന്നു. ഫീസുകൾ താഴെ പറയുന്ന വിഭാഗങ്ങളിലായി ശേഖരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്കൂൾ ഹെഡിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. The following are the major financial responsibility of the school head. താഴെ പറയുന്നവയാണ് ഒരു സ്കൂൾ ഹെഡിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള്. ഒന്നെന്ന് പറയുന്നത് ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. അതായത് ഒരു സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി, ഒരു സാമ്പത്തിക നയം അല്ലെങ്കിൽ ഒരു സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സ്കൂൾ ഹെഡ് ആണ്. ഓക്കെ. രണ്ടാമത്തേത് to supervise whether the allocation in the school budget are spent in accord with the financial regulation and the logistics. അതായത് സ്കൂൾ ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ, അതായത് ആ സ്കൂളിന്റെ ഫിനാൻഷ്യൽ റെഗുലേഷൻ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്കും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിനും എന്താ പറയാ അതിനോടനുബന്ധിച്ചിട്ടാണോ സ്കൂളില് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? സ്കൂൾ ഹെഡ് ആണ്. അതായത് ഒരു സ്കൂളില് ചില നിയമങ്ങൾ ഉണ്ടാകും, നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് പ്രിപ്പയർ ചെയ്യുക? സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോ സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് സ്കൂളിന്റെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? അത് സ്കൂൾ ഹെഡ് ആണ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സ്കൂളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള സ്ട്രെങ്ത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് തയ്യാറാക്കുന്നത്? പ്ലാൻ തയ്യാറാക്കുന്നത്, അല്ലെ? ഓക്കെ. അപ്പോ ഒരു സ്കൂളിന്റെ നിയന്ത്രണം എന്താണോ, നിയമങ്ങൾ എന്താണോ, അതനുസരിച്ചിട്ട് ആയിരിക്കണം സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് ടു കളക്ട് ഏർണിംഗ്സ് സച്ച് ആസ് ട്യൂഷൻ ഫീ, കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീ, യൂണിഫോം ഫീ ആൻഡ് സോ ഓൺ. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസുകൾ കളക്ട് ചെയ്ത് ശേഖരിക്കുക, കോഷൻ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുക, എക്സാം ഫീസ്, യൂണിഫോം ഫീസ്, ഇത്തരത്തിലുള്ള പല ഫീസുകൾ കളക്ട് ചെയ്യുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അത് സ്കൂൾ ഹെഡിന്റെ സൂപ്പർവിഷനിലാണ്. ഓക്കെ. Then next point, to see whether records are carefully kept for all items of expense. അതായത് സ്കൂളിൽ നിന്ന് ചെലവാകുന്ന കാര്യങ്ങൾ, അതായത് പല കാര്യങ്ങൾക്കും പണം ചെലവാക്കിയിട്ടുണ്ടാകാം, പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകാം. അപ്പൊ അതിന്റെ രേഖകള് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ.
ഇപ്പൊ ഒരു നോട്ട് ബുക്ക് മേടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പെൻ മേടിച്ചു എന്ന് വിചാരിക്കുക. അത് സ്കൂളിൽ നിന്ന് എടുക്കുന്ന പണമാണെങ്കിൽ ഒരു 5 രൂപ പെന്നിനായി എന്ന് വിചാരിക്കുക. ആ 5 രൂപയുടെ കണക്ക് കാണിക്കുന്ന രേഖകള് ആരാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? സ്കൂൾ ഹെഡ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ്, ടു സീ വെദർ പേയ്മെന്റ്സ് ആർ മെയ്ഡ് ടു ടീച്ചേഴ്സ്, സ്റ്റാഫ് ആൻഡ് അതേഴ്സ്. ചില സമയത്തൊക്കെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്നതും അതുപോലെ ടീച്ചേഴ്സിനും മറ്റുള്ളവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? സ്കൂൾ ഹെഡിന്റെ നേതൃത്വത്തിലായിരിക്കും. ഓക്കെ. The next one, to see whether a good system of accounting is correctly maintained in the school. ഇനി എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണോ സ്കൂളിൽ കീപ്പ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് സ്കൂൾ ഹെഡ് ആണ്. ഓക്കെ. സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഫീ കളക്ഷൻ ഉള്ള പവർ മാത്രമാണ് ഉള്ളത്. അപ്പോ താഴെ പറയുന്ന രീതികളിലാണ് എന്ത് ചെയ്യുന്നത്? ഫീ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കുറെ അധികം ഫീസുകളുടെ വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ പേജ് ഒന്ന് റീഡ് ചെയ്യട്ടോ. റീഡ് ചെയ്തതിനു ശേഷം കമ്പ് ചെയ്യാം.
ഓക്കെ, കഴിഞ്ഞു. സജ്ജന ഒന്ന് റീഡ് ചെയ്യാമോ? Opening fees. In this special fees, library fees, admission fees, book and notebooks fees, and other fees which are collected in the starting of the educational year will be constituted. ഓപ്പണിംഗ് ഫീസ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേടിക്കുന്നതാണ്. ഇതിൽ സ്പെഷ്യൽ ഫീസ്, ലൈബ്രറി ഫീസ്, അതുപോലെ അഡ്മിഷൻ ഫീസ്, പിന്നെ ബുക്കിന് നോട്ട്ബുക്സിനൊക്കെ ആയിട്ട് മേടിക്കുന്ന ഫീസൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് ട്യൂഷൻ ഫീസ് ഓർ മന്ത്ലി ഫീസ്. ദിസ് ഈസ് നോട്ട് ഫോർ ദ ട്യൂഷൻ, ദിസ് ഈസ് ടേക്കിംഗ് ഔട്ട് ഓഫ് ദ സ്കൂൾ അവേഴ്സ്. ദിസ് ഈസ് ഓൺലി ദ generally monthly fees from which salary is paid. In some schools, they are receiving it as a term fees. Tuition fees or monthly fees. അത് പറയുന്നത് സ്കൂൾ അവേഴ്സിന് വേണ്ടിയിട്ട് മേടിക്കുന്ന ഫീസാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ട് സ്കൂൾ മേടിക്കുന്ന ഫീസ്. ഇത് കോള് വന്നു, അതാണ് സോറി. ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് മന്ത്ലി കുട്ടികളുടെ ഫീസിനെയാണ് പറയുന്നത്. പിന്നെ അത് ടേം ഫീ ആയിട്ടും ചില സ്കൂളുകൾ മേടിക്കാറുണ്ട്. പിന്നെ എക്സാം ഫീസ്. ടു മീറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിന്റിംഗ് കോസ്റ്റ് ആൻഡ് ആൻസർ പേപ്പർ, thread and other needs, many of the school collect these fees are called exam fees. In total, all of the exam together or separately for quarterly, half yearly and annual. എക്സാം ഫീസ് എന്ന് പറയുന്നത് കുട്ടികളുടെ എക്സാമിനായിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതും, പിന്നെ ആൻസർ പേപ്പർ കൊടുക്കാനായിട്ടും, പിന്നെ അതുപോലെ അത് കെട്ടാനുള്ള ത്രെഡിനും, പിന്നെ അത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികളിൽ നിന്ന് എക്സാം ഫീസ് മേടിക്കുന്നത്. പിന്നെ ഇത് എല്ലാ എക്സാമിനും കൂടി ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആൻഡ് ആനുവലി എക്സാമിന് ഒരുമിച്ചായിട്ടോ അല്ലെങ്കിൽ ഓരോന്നിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടും മേടിക്കാറുണ്ട്. പിന്നെ യൂണിഫോം ഫീസ്. Generally, it will be collected in the starting itself. In some schools, they collect it later July. Though this is collected once a year, teachers should be very careful. It is paid in installments or calculated separately for the belt, separately for shoes and so on. യൂണിഫോം ഫീസ് അത് ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മേടിക്കും, ഇല്ലെങ്കിൽ അതൊരു ജൂലൈ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അത് ഒരു സ്കൂൾ ഇയറിൽ ഒരു പ്രാവശ്യം മേടിക്കുകയുള്ളൂ. പിന്നെ ടീച്ചേഴ്സ് ഇത് നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ചില കുട്ടികൾ അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും പേയ്മെന്റ് ചെയ്യുമ്പോൾ അതിന് വ്യക്തമായിട്ട് അത് കെയർഫുൾ ആയിട്ട് എഴുതി വെക്കുക, യൂസ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ ബെൽറ്റിനായിട്ടും ഷൂസിനായിട്ടും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള തിങ്സിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഫീസ് മേടിക്കേണ്ടതുണ്ട്. പിന്നെ ടൂർ ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ഫീസ്. These are not fixed fees. According to the management, the teacher acts in this way. In some schools, they do not conduct any tours at all. Tours will be 4 types. അത് വായിക്കണോ? അത് വേണ്ട, നമുക്ക് ഫീസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് ഫീസ് സജ്ജന പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഇതിനകത്ത് ഓപ്പണിംഗ് ഫീസിൽ വരുന്നത് സ്പെഷ്യൽ ഫീസുകൾ, ലൈബ്രറി ഫീസുകൾ, അഡ്മിഷൻ ഫീസ്, അതുപോലെ ബുക്സ് ആൻഡ് നോട്ട്ബുക്ക് ഫീസ്, ഈ ഇത്തരത്തിലുള്ള ഫീസുകളാണ് ഓപ്പണിംഗ് ഫീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കളക്ട് ചെയ്യുന്ന ഫീസാണ് ഓപ്പണിംഗ് ഫീസ് കേട്ടോ. ഇല്ലേ, നിങ്ങളുടെ കുട്ടികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാറില്ലേ? അപ്പൊ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. സ്പെഷ്യൽ ഫീസ്, ലൈബ്രറി ഫീസ്, അഡ്മിഷൻ ഫീസ്, ബുക്സ് ആൻഡ് നോട്ട്ബുക്ക് ഫീസ്, then other fees. Okay. ഇനി ഇതിന്റെ പ്രത്യേകത എഡ്യൂക്കേഷൻ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഇതിന് അടുത്തതാണ് ട്യൂഷൻ ഫീസ് ഓർ മന്ത്ലി ഫീസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്കൂൾ അവറുകൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പ്രത്യേകതരം ഫീസാണ്. ഇത് ഒന്നില്ലെങ്കിൽ ടൈമായിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കളക്ട് ചെയ്യുക. ടീച്ചേഴ്സിന്റെ സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്
കുട്ടികളിൽ നിന്ന് ഈ ഫീസ് ഈടാക്കുന്നത് കേട്ടോ. ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എക്സാം ഫീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിന്റിംഗ് കോസ്റ്റ് ആൻഡ് ആൻസർ പേപ്പർ, ത്രെഡ് ആൻഡ് അതർ നീഡ്സ്. അതായത് നമ്മുടെ എക്സാം നടക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടും ആൻസർ പേപ്പറുകൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ടും ആൻസർ പേപ്പറിൽ കിട്ടുന്ന നൂലുകളുടെ എന്താ പറയാ എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് എക്സാം ഫീസ് കളക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ ഈ എക്സാം ഫീസ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലി എക്സാം നടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആ സമയത്തായിരിക്കും മേടിക്കുന്നത്, അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ ഇത് ഒരുമിച്ചായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇന്ന് ഇത്രയും മതി. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതെ മാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. Thank you, Ashwati ma'am, for today's class on the topic institutional planning. It's very informative class, and I thank you, my classmates, for your active listening. See you all in next class. This is Sajna signing out. അപ്പൊ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞ വർക്ക് ചെയ്തിട്ട് വരിക കേട്ടോ. മാം ഓഫീസ് മാനേജ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് ഇടില്ലേ? ഇട്ടേക്കാം. ഓക്കെ കേട്ടോ. മാം, താങ്ക് യു. മാം 25 പേരുടെ എഴുതാൻ പറഞ്ഞില്ലേ, അത് തിങ്കളാഴ്ചത്തേക്കാ? അതെ, തിങ്കളാഴ്ചത്തേക്ക് ചെയ്തിട്ട് വരിക. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.